അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ ഇപ്പോൾ ഇടതുപക്ഷവും തെരഞ്ഞെടുപ്പിന് നേരത്തെ ഉണ്ടായിരുന്ന മാനദണ്ഡങ്ങളൊക്കെ മാറ്റുകയാണ്. 2 ടേം വ്യവസ്ഥ മാറ്റുന്നു. 2 ടേം കഴിഞ്ഞാലും വിജയസാധ്യത, അതിപ്പോൾ UDFിന്റെ കാര്യത്തിലായാലും വിജയസാധ്യതയ്ക്കാണ് ഏറ്റവും പ്രാധാന്യം. അതിൽ ഇപ്പോൾ 2 ടേം എന്നുള്ള വ്യവസ്ഥ മാറ്റുകയാണ്. ഇനിയിപ്പോൾ ഒരു ടേമിൽ തന്നെ ഒരു ടേം പൂർത്തിയാക്കിയിട്ടുള്ളൂ എന്നുള്ളവർക്ക് പോലും അവർക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ സാധ്യതയില്ലെങ്കിൽ അവരെ ഒഴിവാക്കാനുള്ള ആലോചനകളിലേക്ക് പോകുന്നു. അങ്ങനെ എങ്ങനെയെങ്കിലും വിജയിക്കുക എന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് കോൺഗ്രസിനേക്കാൾ ഏറ്റവും പ്രധാനമാണ്, അല്ലെങ്കിൽ ചിത്രത്തിൽ നിന്ന് തന്നെ മായുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ എത്രത്തോളം നടത്താനാകും? 10 വർഷം തുടർഭരണം എന്നുള്ളത് ഒരു ചെറിയ കാലയളവല്ലല്ലോ. അതിൽ ഉണ്ടാകുന്ന ജനത്തിന്റെ മടുപ്പും ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ അതിനെ എങ്ങനെ മറികടക്കും അഡ്വക്കേറ്റ് ലാൽകുമാർ? നോക്കൂ, നമുക്ക് നോക്കൂ, ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് വർക്ക് ചെയ്യും. ആ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സിനകത്ത് ആൻറ്റി ഗവൺമെൻറ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാവും, പ്രോ ഗവൺമെൻറ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാവും, അങ്ങനെ പല സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാവും. നിങ്ങൾ പറഞ്ഞല്ലോ, മാധ്യമങ്ങൾ പറയുന്ന ഒരു നറേറ്റീവിൻ്റെ പുറകെ പോകുന്നവരുണ്ട്. അതല്ല, റിയൽ ടൈം സിനാരിയോയിൽ ഒരുപാട് പേരുടെ ജീവിതം മാറിയതിന് ഈ സർക്കാർ എന്ത് പ്രവൃത്തിയാണ് ചെയ്തതെന്നുള്ളതിൻ്റെ ഒരു അനാലിസിസ് ഉണ്ടാവും. ഇതിൻ്റെ എല്ലാം കൂടി ഒരു കൂട്ടിച്ചേരലായിരിക്കും. താങ്കൾ പറയുന്ന പോലെ 1-2 ഫാക്ടേഴ്സിൽ മാത്രമായിരിക്കത്തില്ല കാര്യങ്ങൾ നിൽക്കുക. ഇപ്പം നോക്കൂ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിൽ CPIM-ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പൊതുവെ ഒരു തിരിച്ചടി ഉണ്ടായെന്നുള്ളത് വസ്തുതയാണ്. അതിനകത്ത് ഇല്ല എന്ന് പറഞ്ഞൊഴിയാൻ പറ്റില്ല. പക്ഷേ നോക്കൂ, ഒരു ക്രിട്ടിക്കൽ മിനിമത്തിൽ നിന്നൊന്നും അത് താഴെ പോയിട്ടില്ല. എപ്പോഴും അതിൻ്റെ പെർഫോമിംഗ് പൊട്ടൻഷ്യൽ വളരെ ഹൈ ആയിട്ട് നിൽക്കത്തക്ക രീതിയിൽ തന്നെയാണ് ഇപ്രാവശ്യവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിൽ പോലും റിസൾട്ട് കിട്ടിയിരിക്കുന്നത്. പല ജില്ലകളെടുത്തൊക്കെ, തിരുവനന്തപുരത്തൊക്കെ ആണെങ്കിൽ മോശം പെർഫോമൻസ് അല്ല വോട്ടിംഗ് പെർസെൻറ്റേജുമായിട്ട് നോക്കുമ്പോൾ. ആ വോട്ടിംഗ് പെർസെൻറ്റേജിൻ്റെ എക്സ്ട്രാപൊളേഷൻ നോക്കിക്കഴിഞ്ഞാൽ CPM-നാണ് അവിടെ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടാൻ സാധ്യതയും. നമ്മളത് അങ്ങനെ തന്നെ കാണണം. നമ്മൾ നിയമസഭയെക്കുറിച്ച് സംസാരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിയമസഭയിൽ കഴിഞ്ഞ തവണ LDF 13 വിജയിക്കുന്നു, UDF-നാകെ കിട്ടിയത് കോവളമാണ്. അതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചിത്രം. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നോക്കൂ, പ്രതീക്ഷിക്കാത്ത തരത്തിലല്ലേ അടിയൊഴുക്കുകൾ ഉണ്ടായത്. നോക്കൂ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ലോക്കൽ ആളുമായി ബന്ധപ്പെട്ടതല്ലേ. പ്രത്യേകിച്ച് കോർപ്പറേഷനുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഏരിയ അല്ലേ. അവിടെ അപ്പം മത്സരിക്കുക ഈ സെയിം ആളല്ലല്ലോ. ഇപ്പം നോക്കൂ, വട്ടിയൂർക്കാവ് മണ്ഡലം എടുക്കുക. കഴിഞ്ഞ കുറേ നാളുകളായി, കഴിഞ്ഞ 5 വർഷമായി ഏറ്റവും അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന VK പ്രസാദാണ് അവിടെ മത്സരിക്കാൻ പോകുമെന്നാണ് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഒരു കാൻഡിഡേറ്റിലേക്ക് നമ്മൾ ഹാർനസ് ചെയ്യുകയാണ്. എൻ്റയർ എനർജി ഹാർനസ് ചെയ്യുന്നത് ഒരു കാൻഡിഡേറ്റിലേക്കാണ്. 10 പേരോ അല്ലെങ്കിൽ 15 പേരിലേക്കോ അല്ലല്ലോ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത്. ആ വ്യത്യാസം അവിടെ ഉണ്ട്. പിന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. നമുക്ക് പറഞ്ഞാൽ നമ്മുടെ ഒരു പൊളിറ്റിക്കൽ സ്പിയറിൽ എങ്ങനെ വോട്ട് ചെയ്യണം, അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരിക്കലും അങ്ങനെ ആയിരിക്കത്തില്ല വോട്ട് ചെയ്യുന്നത്. നമ്മൾ ഓരോരുത്തരും വോട്ട് ചെയ്യുന്നത് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞാൽ പ്യുവർ പൊളിറ്റിക്കൽ വോട്ടാണ്. അതല്ലാതെ ഈ പറയുന്ന BJPക്ക് അനുകൂലമായി, കോൺഗ്രസിന് അനുകൂലമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ചിന്തിക്കുകയും തിരിച്ച് LDF-ന് അനുകൂലമായി സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന എത്രയോ കേസുണ്ട്. എൻ്റെ ജില്ല അതിനകത്തൊരു ക്ലാസിക് എക്സാമ്പിളാണ്. മിക്കവാറും എപ്പോഴും പത്തനംതിട്ട ജില്ലയിൽ കോൺഗ്രസ് അഡ്വാൻറ്റേജ് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതേ സ്ഥാനത്ത് നിയമസഭയിലേക്ക് വരുമ്പം തിരിച്ചാണ് സാധാരണ സംഭവിക്കാറ്. പക്ഷേ പൊതുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാ കാലത്തും LDF-നാണല്ലോ മേൽക്കൈ. 2010 ഒരു അപവാദം എന്ന് പറയാമെങ്കിലും അത് വേറെ ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. VS അനുകൂലികൾ UDF-ന് വോട്ട് ചെയ്തു എന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. 2010 ഒരു നല്ല ഉദാഹരണമായിട്ട് എടുക്കാൻ പറ്റില്ല തിരിച്ചുള്ള കാര്യത്തിൽ. ഇത് വേറൊരു ഉദാഹരണമായിട്ട് അങ്ങ് എടുത്താൽ മതി. ആ ബെഞ്ച് മാർക്ക് വെച്ച് നിങ്ങൾ ഇതിനെ സ്കെയിൽ ചെയ്യേണ്ട കാര്യമില്ല. ഇത് മറ്റൊരു ഉദാഹരണം, അത്രേ ഉള്ളൂ. അതുകൊണ്ട് തിരിച്ചുവരവ് പോസിബിൾ അല്ലെന്ന് കരുതണ്ടെന്നാണ് ഞാൻ പറയുന്നത്. 2010 നമ്മൾ വെച്ചുകൊണ്ടിരുന്ന മെഷേഴ്സ്, ആ മെഷേഴ്സ് ഈ മെഷേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന എന്തിനാ? ആരാ കമ്പയർ ചെയ്യാൻ? ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, എല്ലാ തവണയും തദ്ദേശ തെരഞ്ഞെടുപ്പ് LDF-നൊപ്പമാണെന്നേ. 2010 ഒഴിവാക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് രാഷ്ട്രീയ വോട്ടല്ല എന്ന് എങ്ങനെ പറയും ഇത്തവണ കാര്യങ്ങൾ മാറുമ്പോൾ? 2010 നോക്കൂ, ഞാനും സ്മൃതിയും പറയുന്ന ഒരു കാര്യമാണ്. 2010 ഒരു കോട്ട ഉണ്ടായി. അതുപോലൊരു കോട്ട ഈ പ്രാവശ്യം ഉണ്ടായി. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്നീട് സംസ്ഥാനത്ത് തിരിച്ചു വരാതിരുന്നിട്ടില്ലല്ലോ. അതുപോലെ തിരിച്ചു വരും എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 2010 ഒരു വീഴ്ച സംഭവിച്ചു. ആ വീഴ്ചയും ഈ വീഴ്ചയുമായിട്ട് കമ്പയർ ചെയ്യേണ്ടെന്ന് സ്മൃതി പറയുന്ന പോലെ തന്നെ അതും ഈ വീഴ്ചയുടെ ഫാക്ടേഴ്സ് കമ്പയർ ചെയ്യേണ്ട. പക്ഷേ വലിയ രീതിയിൽ തിരിച്ചുവരവ് നടത്താൻ നോക്കൂ. ധർമ്മടം മണ്ഡലം എടുക്കുക. ഞാനൊരു ഉദാഹരണം പറയാം. ധർമ്മടം മണ്ഡലം എടുക്കുക. നിങ്ങൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിന് എനിക്ക് നമ്പേഴ്സ് അറിയില്ല. അവിടെ നോക്കിക്കഴിഞ്ഞാൽ മറ്റ് സ്ഥാനാർത്ഥികൾക്ക് നല്ല പെർഫോമൻസ് ഉണ്ടാവും. പിണറായി വിജയൻ നിൽക്കുമ്പം ആര് ജയിക്കും? അവിടെ
അതൊരു സീറ്റിൽ അതാ പറഞ്ഞ നിയമസഭയിലേക്ക് വരുമ്പോൾ ഒരു സീറ്റിലേക്ക് നിങ്ങൾ അതിനെ എക്സ്ട്രാപൊളേറ്റ് ചെയ്യുമ്പം ഉണ്ടാകുന്നത് ഡിഫറൻസ്, വലിയ ഡിഫറൻസ് ആണ്. അത് നമ്മൾ ഈ പറയുന്ന രീതിയിൽ അതിനെ കണ്ടിട്ട് കാര്യമില്ല. അങ്ങനെ നമ്മൾ കാണുവാണെങ്കിൽ ഈ നമ്മൾ പറഞ്ഞാൽ അന്ധൻ ഈ ആനയെ കണ്ട പോലത്തെ അവസ്ഥയാകുന്ന എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. നോക്കൂ, നമുക്ക് ഒരു കോൺഗ്രസ് പെർഫോം ചെയ്യാൻ ഇപ്പം അനിൽ ബോസ് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അനിൽ ബോസിന്റെ പാർട്ടിയുടെ പൊസിഷൻ പറഞ്ഞു. അദ്ദേഹം പറയട്ടെ, അദ്ദേഹം പോസിറ്റീവായിട്ട് പെർഫോം ചെയ്യട്ടെ, അതിനൊന്നും നമുക്ക് പ്രശ്നമില്ല. പക്ഷെ കുഴപ്പം അതുകൊണ്ട് നമ്മൾ പെർഫോം ചെയ്യത്തില്ല, ഈ തൊട്ട് അടുത്ത കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ ബേസ് ചെയ്ത് നടക്കും എന്ന് പറയുന്നതിന് ലോജിക്കില്ല. ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. നോക്കൂ, കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പിണറായി വിജയൻ 2ാമത് അധികാരത്തിൽ വന്നല്ലോ. അതിനു മുമ്പ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചരണം കോൺഗ്രസ് നടത്തിയ ഒരു കാര്യം, ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അരൂര് തെരഞ്ഞെടുപ്പിൽ നോക്കൂ, ഷാനിമോൾ ഉസ്മാൻ ജയിച്ചു. അരൂർ എന്ന CPIM കോട്ടയിൽ ഷാനിമോൾ ഉസ്മാൻ ജയിച്ചതുകൊണ്ട് ഇനിയിപ്പം CPM വിരുദ്ധ വികാരമാണ് സംസ്ഥാനത്തുള്ളത്. അവസാനം നിയമസഭയിൽ വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ഷാനിമോൾ ഉസ്മാനും തോറ്റു. ഈ പറയുന്ന കാലത്ത് തന്നെയാണ്, വലിയ താമസമില്ലാതാണ് ഷാനിമോൾ ഉസ്മാന് മറ്റേ ജനറൽ ഇലക്ഷനിലേക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അധികം നാൾ അവർക്കും ടൈം കിട്ടിയില്ല. നമ്മൾ പറഞ്ഞാൽ ബൈ ഇലക്ഷനെ നോക്കി, അല്ലെ മറ്റ് തെരഞ്ഞെടുപ്പുകളെ നോക്കി, ആ പാറ്റേൺ നിങ്ങൾ ചില രാഷ്ട്രീയ കാരണങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അത് കാരണങ്ങൾ ഒത്തിരി ഉണ്ട് സ്മൃതി. നോക്കൂ, ഞാനൊരു കാര്യം പറയാം. രാഷ്ട്രീയത്തിൽ എപ്പോഴും പല പല കാരണങ്ങളുണ്ട്. അതിപ്പോൾ നാളെ തെരഞ്ഞെടുപ്പ് എടുക്കുകയാണെങ്കിലും വേറെ വേറെ കാരണങ്ങളാണ്. ആ കാരണങ്ങളെല്ലാം നമുക്കെതിരാകും എന്നുള്ള ഒരു ധാരണയോടുകൂടിയാണ് നമ്മൾ ഇതിനെ ഫേസ് ചെയ്യുന്നതെങ്കിൽ, അങ്ങനെ ഒരു ജനറൽ ധാരണയിലാണ് നിൽക്കുന്നതെങ്കിൽ വലിയ ബുദ്ധിമുട്ട്. ഇപ്പൊ കേരളത്തിൽ കോൺഗ്രസിന് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം, കാലാവസ്ഥ എന്താണ്? രാഷ്ട്രീയ കാലാവസ്ഥ നിങ്ങൾ എന്തിനെ ബേസ് ചെയ്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. അതാണ് എൻ്റെ അടുത്ത ചോദ്യം. സ്മൃതി രാഷ്ട്രീയ കാലാവസ്ഥയെക്കുറിച്ച് വിലയിരുത്തുന്നത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ ആ ബെഞ്ച് മാർക്കിലല്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ കാലാവസ്ഥയിൽ പ്രശ്നമില്ല, പ്രസക്തിയില്ല. ഇത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഷാനിമോൾ ഉസ്മാന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാലാവസ്ഥ നിശ്ചയിച്ചത് ഒത്തില്ല, അത് ഒക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് മുന്നിൽ നമ്മൾ ബെഞ്ച് മാർക്ക് എടുക്കുന്നത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഒരു ബെഞ്ച് മാർക്ക് എടുക്കും. ആ ബെഞ്ച് മാർക്കാണ് നമുക്ക് ട്രൂ റിസൾട്ട് ആയിട്ട് വരുന്നെന്നുള്ളൊരു ധാരണ വ്യക്തിപരമായി എനിക്കില്ല. ഒരു കാരണവശാലും അങ്ങനെ നടക്കത്തില്ലെന്ന് തന്നെ ഞാൻ കരുതുന്നത്. മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ടാകാം, ഉറപ്പായിട്ടും. നിങ്ങൾ പറഞ്ഞ പോലെ ആന്റി ഇൻകംബൻസി ഉണ്ടോ? ആന്റി ഇൻകംബൻസി ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് ലോകത്തിൽ ഒരിടത്തും ഉണ്ടാകത്തില്ല. കുറെ പേരുണ്ടാവും, തിരിച്ചും മറിച്ചു വോട്ട് ചെയ്യുന്നവരുണ്ടാവും. അതിനൊക്കെ മേളിലാണ് വിജയം എന്ന് പറഞ്ഞൊരു കാര്യം. ഞാൻ നിർത്തി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.